ഹലോ സുഹൃത്തുക്കളെ, ജങ്കാർ ഗാരേജിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇത് പൾസർ 150യുടെ സിംഗാംബുഷ് ചേഞ്ചാണ്. പക്ഷേ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ BS6 വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളത് BS6ന്റെ അല്ല, ഓൾഡ് മോഡലിന്റെ സിംഗാംബുഷ് ആണ്. അപ്പോൾ അത് റെഡി ആവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ കമോൺ, വണ്ടിയിലേക്ക് കിടക്കാം. കമോൺ. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് വണ്ടിയുടെ അവസ്ഥ. നമുക്ക് ജസ്റ്റ് കംപ്ലൈൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇതേ നോക്കി, ഷേക്ക് ഉണ്ടോ? അപ്പോൾ ഇങ്ങനെയും ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാം. പിന്നെ ഓടിക്കുമ്പോഴും നമുക്കത് കിട്ടും. അപ്പോൾ നമ്മളിതേ ആക്സിൽ നട്ടഴിച്ചെടുക്കുവാണ്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഈ ടയർ ഹഗ്ഗർ റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ ടയർ ഊരി പോരുമ്പോൾ ടച്ച് ചെയ്യും. അപ്പോൾ ടയർ ഹഗ്ഗർ അപ്പുറം ഇപ്പുറയും 2 ബോൾട്ട് വെച്ച് 10ൻ്റെ ബോൾട്ട് വെച്ച് അത് നമുക്ക് അഴിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക് ഫുള്ളായിട്ട് റിലീസ് ചെയ്യാം. ഇത് കഴിഞ്ഞ് മെയിൻ ആക്സിലിനിട്ട് റിമൂവ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ റിയർ വീൽ സ്പീഡ് സെൻസർ അഴിച്ചെടുക്കാൻ മറക്കരുത്. അത് ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നെ സെൻസ് ചെയ്യത്തില്ല. ആ സമയം കുമ്പാരി ചെയിൻ ഗാർഡ് റിമൂവ് ചെയ്യുന്നു. കാര്യം വണ്ടി BS6 ആണെങ്കിലും 1,00,000 കിലോമീറ്റർ ആവാറായി. അപ്പോൾ ആക്സിലൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പോൾ ടയർ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി സിംഗാമിന്ന് ചെയിൻ്റെ റിയർ സ്പ്രോക്കറ്റ് അഴിക്കണം. അതേപോലെ ചെയിൻ ലോക്ക് പിടിപ്പിക്കണം. ഇതിൽ മെയിൻ ടാസ്ക് കിട്ടിയത് സ്പ്രോക്കറ്റിൻ്റെ നട്ട് ഊരാനായിരുന്നു. അത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ടൈറ്റിലാണത് ഇരിക്കണതെന്ന്. അവസാനം നമ്മൾ ഊരെടുത്തു, നമ്മുടെ ആവശ്യമായി പോയില്ലേ. അപ്പോൾ അടുത്തത് ഇതിൻ്റെ ഷോക്ക് രണ്ടും നമ്മൾ റിമൂവ് ചെയ്യുന്നു. സിംഗാമിൻ്റെ ആക്സിലിൻ്റെ നെട്ട് അഴിച്ചെടുക്കുകയാണ്. 22ൻ്റെ നെട്ടാണ്. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുന്നു. സുഹൃത്തുക്കളെ, അപ്പോൾ ചെറിയൊരു പണി കിട്ടി. വേറൊന്നുമില്ല, ചെയിൻ ലോക്ക് അഴിക്കണമായിരുന്നു, അത് മറന്നുപോയി. അപ്പോൾ ചെയിൻ ലോക്ക് കുമ്പാരി വന്ന് ചെയിൻ്റെ ലോക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വീൽ സ്പീഡ് സെൻസറിൻ്റെ ആ കേബിളും പിടിക്കണം. എന്നാലാണ് ഫുള്ളായിട്ട് നമുക്ക് സിംഗാമ് പുറത്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സംഭവം ഇത്രേ ഉള്ളൂ. അവനെ നമ്മൾ പുറത്തെടുത്തു സുഹൃത്തുക്കളെ. അപ്പോൾ ഈ കാണുന്നതാണ് സിംഗാംബുഷ്. ഇത് ലെഫ്റ്റ് സൈഡും അത് റൈറ്റ് സൈഡും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇരിക്കണ ഏത് രീതിയിലാണെന്നറിയില്ല. ചിലപ്പോൾ സ്റ്റക്കായിട്ടിരിക്കാം, അങ്ങനെയാണെങ്കിൽ ലേത്തി കൊണ്ടുകൊണ്ട് വരും. ചിലപ്പോൾ ഫ്രീ ആയിട്ട് ഊരിപ്പോരും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ടൈറ്റ് ആയിരുന്നില്ല, സ്റ്റക്കൊന്നും ഇല്ലായിരുന്നു. വെറുതെ ഫ്രീ ആയിട്ട് അതിൻ്റെ ആ സ്ലീവ് വെറുതെ ഇങ്ങനെ തള്ളിപ്പോകുന്നു. ഉണ്ടോ, ശരിക്കും പ്ലേ ഉണ്ട്. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ മെയിൻ കംപ്ലൈൻറ്റ്. ശരിക്കും തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ വരുന്ന സാധനമാണ് ആ സ്ലീവ്. അതിൻ്റെ അകത്ത് ഒരു ബുഷുണ്ട്. അപ്പോൾ ഈ സ്ലീവിനും
സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്തു. ഇനി ആദ്യം അഴിച്ചെടുത്ത പോലെ തന്നെ തിരിച്ചു പിടിപ്പിക്കുക ഷോക്ക്. ഓക്കെ, അപ്പോൾ ഷോക്ക് പിടിപ്പിച്ച് ടയർ കയറ്റാം. ടയർ കയറ്റി ബ്രേക്ക് സെറ്റ് ചെയ്ത് ചെയിൻ കറക്റ്റായ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഇറക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.